ഈ ദിവസങ്ങളിൽ വളരെ അഭിഷേകപൂർവ്വം നമ്മൾ പന്തക്കുസ്തായ്ക്ക് വേണ്ടി വചനം കേട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ദിവസം നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഈ പന്തക്കുസ്തയെക്കുറിച്ചാണ്. പന്തക്കുസ്ത തിരുനാളിൻ്റെ പഴയ നിയമ കണക്ഷനും അതോടുകൂടി പുതിയ നിയമത്തിലെ അപ്പസ്തോല പ്രവർത്തനത്തിൽ പരിശുദ്ധാത്മാവ് എപ്രകാരം ആദിമ ശിഷ്യന്മാരുടെ ഇടയിൽ അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇടപെട്ടു എന്നുള്ള ഒരു അധ്യായത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ ചിന്തിച്ചുകൊണ്ട് ധ്യാനിക്കാൻ പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വചനം കേൾക്കുമ്പോഴൊക്കെ ഓർക്കുക, വർഷങ്ങൾക്ക് മുമ്പ് അനേകരെ മാനസാന്തരപ്പെടുത്തിയ, അനേകരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതം പോലും രക്തം കൊണ്ട് വില കൊടുത്ത് ജീവിതം മുഴുവനും സമർപ്പിക്കാൻ ഇടയായിട്ടുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വചനം കേൾക്കുമ്പോൾ വലിയൊരു അഭിഷേകം നിങ്ങളിൽ ഉണ്ടാകും. ഇപ്പോൾ ഈ അൾത്താരയിൽ നിന്ന് ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ ഓർക്കുക, അനേകം പേർ ഈ അൾത്താരയിൽ ഇത്രയും നേരം ആരാധിക്കുകയായിരുന്നു. ഈ അൾത്താരയിൽ ഇരിക്കുന്ന ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ അൾത്താരയിൽ ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ അഭിഷേകം നിങ്ങൾ ഓരോരുത്തർക്കും ഇപ്പോൾ ഈശോ ചൊരിഞ്ഞു കൊടുക്കുകയാണ്, ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ അഭിഷേകവും സൗഖ്യവും രോഗശാന്തിയും ഈശോ ഈ വചനം പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുക പന്തക്കോസ്ത തിരുനാൾ. ശരിക്കും പന്തക്കോസ്ത തിരുനാൾ എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ഒരു തിരുനാളായിട്ടാണ് മാത്രമാണ് എല്ലാവരും കരുതുക. പക്ഷേ സത്യത്തിൽ പന്തക്കോസ്ത നമുക്കറിയാവുന്നതുപോലെ പഴയ നിയമ തിരുനാളാണ്. അത് പെന്തക്കോസ്തേ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ പന്തക്കോസ്ത തിരുനാൾ എന്ന വാക്ക് വരിക. പെന്തക്കോസ്തേ എന്ന് പറഞ്ഞാൽ 50th ഡേ, 50ാമത്തെ ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തിൻ്റെ 50ാമത്തെ ദിവസം? അതിനറിയണമെങ്കിൽ പഴയ നിയമം നമ്മളൊന്ന് വായിക്കണം. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് നിയമാവർത്തനം 16:10 പറയുന്നുണ്ട്. ഈ 50ാമത്തെ ദിവസത്തെ പഴയ നിയമം നിയമാവർത്തനം 16 മുഴുവൻ അധ്യായം വായിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. പ്രത്യേകിച്ച് വാക്യങ്ങൾ 10, 16, 17 ഒക്കെ വായിച്ചാൽ പിന്നീട് വായിച്ചാൽ മതി. അപ്പോൾ ആ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകും ഈ പന്തക്കുസ്ത തിരുനാൾ പഴയ നിയമത്തിൽ അറിയപ്പെട്ടിരുന്നത് ഹീബ്രു വാക്ക് ഷെബുവത്ത് എന്നുള്ള വാക്കാണ്. ഷെബുവത്ത് എന്ന് പറഞ്ഞാൽ ഫീസ്റ്റ് ഓഫ് ദ വീക്സ്, ആഴ്ചയുടെ തിരുനാളുകൾ എന്നാണ്. നമ്മൾ POC ബൈബിൾ എടുത്ത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആഴ്ചയുടെ തിരുനാളുകൾ. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. അങ്ങനെയുള്ള ആഴ്ചകളുടെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ 7 ദിവസങ്ങളുടെ 7 ആഴ്ചകൾ. 7 × 7 49. അതിനുശേഷം വരുന്ന 50ാമത്തെ ദിവസം, അതിനെയാണ് ഈ ഒരു തിരുനാളായിട്ട് ആഘോഷിക്കുക, ആഴ്ചയുടെ തിരുനാൾ എന്ന് പറയുക. ഈ ആഴ്ചയുടെ തിരുനാൾ തന്നെയാണ് പന്തക്കുസ്ത തിരുനാൾ എന്നറിയപ്പെടുക. ഈ 50ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പെസഹ കഴിഞ്ഞതിന് ശേഷം 50ാമത്തെ ദിവസം യഹൂദർ മുഴുവനും ജെറുസലേമിൽ ഒരുമിച്ചുകൂടി ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കാൻ വരുമ്പോൾ അവരുടെ കാഴ്ചയായി അവരുടെ ആദ്യ ഫലങ്ങൾ, ഫസ്റ്റ് ഫ്രൂട്ട്സ് ദൈവത്തിന് കൊണ്ടുവന്ന് കൊടുക്കണം. അതുകൊണ്ട് തന്നെ വസന്തകാലത്തിലെ ഈ ആഘോഷം വലിയൊരു സന്തോഷത്തിൻ്റെ ആഘോഷമായിട്ടാണ് യഹൂദർ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് പന്തക്കുസ്ത ദിവസം എല്ലാ യഹൂദരും, നാനാദേശങ്ങളിൽ ഉള്ള അസീറിയൻ ജെറുസലേമിൽ വന്നു ചേരും. നിങ്ങൾക്കറിയാം, ആദ്യത്തെ അസീറിയൻ പ്രവാസത്തിന് ശേഷം ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഒത്തിരി യഹൂദർ പല രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂടി ജെറുസലേമിൽ ചേരുന്ന സമയമാണ് ഈ പന്തക്കുസ്ത തിരുനാൾ. 3 പ്രാവശ്യം, വർഷത്തിൽ 3 പ്രാവശ്യം എല്ലാ യഹൂദരും ജെറുസലേമിൽ വരണം. 1 പെസഹ ദിവസം, പെസഹ തിരുനാളിന്, 2 കൂടാര തിരുനാളിന്, 3 പന്തക്കുസ്ത തിരുനാളിന്. ഇനി ഇതിനൊരു വലിയൊരു ചരിത്രം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ്, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ 50ാമത്തെ ദിവസം എന്നുള്ളൊരു പ്രധാനപ്പെട്ടതാണ്. എന്താണ് പന്തക്കുസ്ത? അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്ന പന്തക്കുസ്തയുടെ പ്രാധാന്യം, ശരിക്കുമുള്ള പ്രാധാന്യം എന്താണ്? ഇനി അതിനു മുമ്പൊക്കെ പരിശുദ്ധാത്മാവ് വരുന്നത് ഒന്നെങ്കിൽ പ്രാവിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ കാറ്റ് വരുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് തീനാവുകളുടെ രൂപത്തിൽ വരുന്നു? എന്തുകൊണ്ട് അപ്പസ്തോലന്മാരുടെ
മുകളിലേക്ക് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിന് വന്നുകൂടാ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പരിശുദ്ധാത്മാവിന് വന്നുകൂടാ? എന്തുകൊണ്ട് തീയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അന്നേ ദിവസം പന്തക്കോസ്താ ദിവസം ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് വന്നു? അതുമാത്രമല്ല, എന്താണ് ഈ പന്തക്കോസ്തായുടെ ദിവസം സഭ പിറന്നു എന്ന് പറയുക? സഭയുടെ ബർത്ത് ഡേ ഓഫ് ദ ചർച്ച് എന്നാണ് പറയുക. സഭയുടെ പിറന്നാൾ ദിവസമാണ് പന്തക്കോസ്ത. അതെന്താണ് അങ്ങനെ പറയുക? ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ നിയമം വായിക്കണം. പഴയ നിയമം വായിച്ചാൽ മാത്രമാണ് പന്തക്കോസ്തായുടെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പന്തക്കോസ്തായ്ക്ക് തൊട്ട് മുമ്പ്, അതിന് 50 ദിവസം മുമ്പ് നടക്കുന്ന സംഭവം പെസഹായാണ്. യഹൂദരുടെ കാഴ്ചപ്പാടിൽ ഈജിപ്തിൽ നിന്ന് ആ പെസഹ ദിവസം നശിപ്പിക്കുന്ന മാലാഖ അവരുടെ ഇടയിലൂടെ കടന്നു പോയതിനു ശേഷം, കുഞ്ഞാടിനെ കൊന്ന് ആ മാംസം ഭക്ഷിച്ച ആ പെസഹ അവർ തുടങ്ങിയതിന് ശേഷം 50 ദിവസം കഴിയുമ്പോഴാണ് അവർ സീനായി മലയിൽ എത്തിച്ചേരുകയും 50-ാമത്തെ ദിവസമാണ് അവർക്ക് പഴയ നിയമ കൽപ്പന നൽകപ്പെട്ടത്. അതാണ് 50-ാമത്തെ ദിവസം എന്നുള്ള ആ ദിവസം അവർക്ക് പ്രധാനപ്പെട്ടതായി മാറുക. സീനായി ഉടമ്പടി, ആദ്യ ഉടമ്പടി, പഴയ നിയമ ഉടമ്പടി കിട്ടിയത് 50-ാമത്തെ ദിവസമാണ്. അത് സീനായി മലയിലാണ്. ആ സീനായി മലയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവർക്ക് കൊടുത്ത കൽപ്പലകളിൽ എഴുതി കൊടുത്ത ഉടമ്പടിയാണ് ഈ 50-ാമത്തെ ദിവസം നടക്കുക. അതിനെക്കുറിച്ച് ഈ 50-ാമത്തെ ദിവസം ദൈവം എപ്രകാരമാണ് ഈ ഉടമ്പടി ചെയ്തത് എന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യം, എക്സോഡസ് 19:16. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അത് ഇപ്രകാരമാണ്. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. ഇനി മലയാളത്തിൽ ഞാൻ വായിക്കാം. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. 50-ാമത്തെ ദിവസം ഇവർ സീനായി മലയിൽ എത്തിയെന്നാണ് ഇവർ വിശ്വസിക്കുക, യഹൂദർ വിശ്വസിക്കുക. ആ സീനായി മലയുടെ മുകളിൽ ഇവർക്ക് എപ്രകാരമാണ് പഴയ നിയമ കൽപ്പന ദൈവം കൊടുത്തത് എന്നത് കൃത്യമായിട്ട് കാണിക്കുന്ന വചനഭാഗമാണിത്. ഇടിമുഴക്കമുണ്ടായി, മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു, കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി, പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ജനം മുഴുവനും ഓടിക്കൂടുകയാണ്. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. ദൈവത്തെ കാണുന്നതിന് വേണ്ടി ആ മലയുടെ മുകളിൽ വലിയ മേഘമായി, വലിയ സ്വരമായി, ശബ്ദമായി ദൈവം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിന്, അത് കാണുവാൻ വേണ്ടി മോശ ജനത്തെ മുഴുവനും പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്ത് നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായി മല മുഴുവൻ ധൂമാവൃതമായി. എന്നിട്ട് കർത്താവ് അഗ്നിയിൽ തീയായി ഈ മലയിലേക്ക് ഇറങ്ങി വന്നു. അത് 50-ാമത്തെ ദിവസമാണ്. അന്നാണ് ആദ്യ കൽപ്പന എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് പഴയ നിയമം കൽപ്പനകളിൽ നൽകപ്പെടുന്ന ആ സംഭവം അവിടെ ഉണ്ടാവുക. ഇനി അത് ചേർത്ത് വെച്ച് വേണം പന്തക്കോസ്താ തിരുനാളിനെ നമ്മൾ കാണാൻ. പഴയ നിയമ ഇസ്രായേൽ ഒരു രാജ്യമായി മാറുന്നത്, ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞ സീനായി മലയിലാണ്. സീനായി മലയിലെ ഈ തിയോഫനി, ദൈവികമായ വെളിപ്പെടുത്തലിലൂടെ ആണ് അവരെ ഒരു ജനതയായി, ഒരു രാജ്യമായി ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്ന സമയമാണ്. ഒരു രാജ്യത്തിന് ആദ്യം വേണ്ടത് ഭരണഘടനയാണ്. ഒരു രാജ്യം ഉണ്ടാകുമ്പോൾ ആദ്യം കൊടുക്കുന്ന നിയമാവലികളാണ്. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ തുടക്കം എന്ന് പറഞ്ഞാൽ അവിടെ ആ സീനായി മലയിലുണ്ടായ ഈ ദൈവിക ഇടപെടലാണ്. ആ ദൈവിക ഇടപെടലിൽ പരിശുദ്ധ ദൈവം വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. തീയായി വന്ന് ദൈവം, പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം തീ ആയിട്ട് വന്നു. ഇനി ഇതാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുക. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജനം മുഴുവനും, പുതിയ നിയമത്തിലെ ശിഷ്യർ പെസഹായ്ക്ക് ശേഷം, പെസഹ എന്ന് പറഞ്ഞാൽ പാസ്ക, ഈസ്റ്ററിന് ശേഷം 50 ദിവസം, 40 ദിവസം കഴിയുമ്പോഴാണ് ഈശോയുടെ സ്വർഗാരോപണം. പെസഹായ്ക്ക് ശേഷം 40 ദിവസം കഴിയുമ്പോൾ ഈശോ സ്വർഗാരോപണം നടത്തുന്നു. അതിനൊരു പ്രത്യേകതയുണ്ട്. 40 എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണ്. 40ൻ്റെ അർത്ഥം പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ, ഒരുക്കം, വിശുദ്ധീകരണം. ഇത് രണ്ടാണ് അതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് 40 രാവും പകലും മഴ പെയ്ത് നോഹയുടെ കാലത്ത് പ്രളയമുണ്ടായി. ലോകത്തെ ദൈവം വിശുദ്ധീകരിച്ചു, വീണ്ടും ഒരുക്കിയെടുത്തു.
40 വർഷങ്ങൾ ഇസ്രായേൽ മരുഭൂമിയിലൂടെ നടന്നു, വിശുദ്ധീകരിച്ചു, വാഗ്ദാന നാട്ടിലേക്ക് ഇറങ്ങുവാൻ ഒരുക്കിയെടുത്തു. അതിനുശേഷം നമ്മൾ വായിക്കുന്നു, ഇവൻ എലിയായുടെ ജീവിതത്തിലും ഇതുപോലെ 40 ദിവസത്തെ കാഴ്ചകൾ. ഈശോ 40 ദിവസം ഉപവസിച്ച് തൻ്റെ പരസ്യ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നു. ഇങ്ങനെയുള്ള 40 എന്നത് ഒരു ഒരുക്കത്തിൻ്റെയും പ്രിപ്പറേഷൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും അടയാളമാണ്. ഈശോ ശിഷ്യന്മാരുടെ കൂടെ 40 ദിവസം കൂടെ നടന്ന് വചനം പഠിപ്പിച്ച് അവരുടെ തെറ്റിദ്ധാരണകൾ മുഴുവനും, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റുന്ന തരത്തിൽ അവരോട് 40 ദിവസം സംസാരിച്ച് അവരെ ഒരുക്കി വിശുദ്ധീകരിച്ചെടുത്തതിന് ശേഷം സ്വർഗത്തിലേക്ക് പോവുകയാണ്. പിന്നെയുള്ളത് ആ 40 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് പറ്റി എന്ന് നമ്മൾ വായിക്കും. 40 ദിവസത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും കൂടി മാതാവിനോടുകൂടി 120 പേരോളം പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. എത്ര ദിവസം? പിന്നീടുള്ള 9 ദിവസം. 40 ദിവസം ഈശോ സ്വർഗാരോപണം ചെയ്തതിന് ശേഷം 9 ദിവസം ശിഷ്യന്മാരും പരിശുദ്ധ മാതാവും 120 പേര് വരുന്ന ആ സംഘം ഒരുമിച്ച് പ്രാർത്ഥനയിൽ, നിരന്തരം പ്രാർത്ഥനയിൽ വ്യാപരിച്ചു. അങ്ങനെ അതിൽ നിന്നാണ് നൊവേന എന്ന വാക്ക് വരുന്നത്. നൊവേന 9 ദിവസത്തെ ഈ ഒരുക്കം. 10ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത. അങ്ങനെ 9 ദിവസം അവർ ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ 9 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം 10ാമത്തെ ദിവസം 120 പേര്. 120 ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തെ 1,44,000 പേര് രക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ ഇവിടെ 120 എന്ന് പറയുമ്പോൾ 12 × 10, 10, 100, 1000 എന്ന് പറഞ്ഞാൽ ഇന്യൂമറബിൾ, അനേകം പേർ എന്നാണ് അതിൻ്റെ അർത്ഥം. യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് 10, 100 ഇങ്ങനെ 0 എത്ര കൂട്ടിയിടുന്നു അത് അനേകം പേർ എന്നുള്ള അർത്ഥമാണ്. 12 എന്ന് പറഞ്ഞാൽ 12 ഗോത്രങ്ങൾ അല്ലെങ്കിൽ 12 ശിഷ്യന്മാർ. 12 × അനേകം പേർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സഭയെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് വെളിപാടിലെ 144,000, 1,44,000 എന്ന് പറഞ്ഞാൽ 12 × 12 × 1000 എന്നാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങളും പുതിയ നിയമത്തിലെ 12 ഗോത്രങ്ങൾ, പുതിയ ഇസ്രായേലിന് 12 ഗോത്രങ്ങളും അവരോട് കൂടി ചേരുന്ന അനേകം പേരും ചേരുന്നവർ മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ള അർത്ഥമാണ് വെളിപാടിൽ നമ്മൾ വായിക്കുക. അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്ന ഇതാണ്, ഈ 50ാമത്തെ ദിവസം വരുമ്പോൾ ദൈവം വലിയ കൊടുങ്കാറ്റടിക്കുന്ന എരമ്പൽ പോലെയുള്ള സ്വരം കേൾക്കുന്നു. തീനാവുകളുടെ രൂപത്തിൽ ശിഷ്യന്മാരുടെ എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ആ അനുഭവമാണ് പെന്തക്കോസ്ത. അന്ന് എന്താ സംഭവിക്കുകയെന്ന് അറിയാമോ? പഴയ നിയമത്തിൽ 50ാമത്തെ ദിവസം സീനായി മലയിൽ തീനാവുകളായി ദൈവം ഇറങ്ങി വന്നവർക്ക് പഴയ നിയമ കൽപ്പന അവർ കൽപ്പലകകളിൽ എഴുതി കൊടുത്തുവെങ്കിൽ, പുതിയ നിയമത്തിൽ തീനാവായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരുടെ ഉള്ളിൽ നിയമം എഴുതി, ഉള്ളിൽ ഹൃദയത്തിൽ എഴുതി. അതുകൊണ്ടാണ് ജെറമിയായുടെ പുസ്തകം 31-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഭാവി പെന്തക്കോസ്തയെക്കുറിച്ച് ദൈവം പ്രവചിക്കുന്നൊരു ഭാഗമുണ്ട്. ഈ വരാൻ പോകുന്ന പെന്തക്കോസ്തയെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ നിയമത്തെക്കുറിച്ച് ദൈവം പ്രവചിക്കുന്നൊരു ഭാഗം ജെറമിയ 31:31 വായിക്കുന്ന ഇപ്രകാരമാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം വരുന്നു. പഴയ ഉടമ്പടിയാണ് സീനായ് ഉടമ്പടി. അത് ആദ്യം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. 50ാമത്തെ ദിവസം തീയായി ദൈവം മലയിൽ ഇറങ്ങി വന്ന് അവർക്ക് ഉടമ്പടി കൊടുത്തു. അത് കൽപ്പലകളിൽ എഴുതി കൊടുത്തു. ഇനി പുതിയൊരു ഉടമ്പടി ഞാൻ ചെയ്യുന്നു. അതെങ്ങനെയാണ്? കർത്താവ് പറയാണ്, യൂദാ ഗോത്രത്തോടും ഇസ്രായേൽ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല ഇത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ആ ഉടമ്പടി എന്താണ്? ഞാൻ എൻ്റെ നിയമം, പഴയ നിയമം സീനായ് മലയിൽ അന്ന് കൊടുത്തു, പുതിയ നിയമം കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് പറയുന്നത്. പെന്തക്കോസ്തയെക്കുറിച്ചാണ് അവിടെ പറയുക. അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. അവരുടെ ഹൃദയ ഫലകങ്ങളിൽ ഞാൻ നിയമം എഴുതും. ഹൃദയത്തിൽ ഞാൻ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. അന്ന് ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ അവരെ ഒരുമിപ്പിക്കും. അതാണ് ബർത്ത് ഓഫ് ദ ചർച്ച്. സഭ പിറക്കുകയാണ്, അവിടെ സഭ ഉണ്ടാവുകയാണ്. ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും.
എന്ന് പറഞ്ഞാൽ ഇനി ഒരു പുതിയ നിയമ ജനത, പുതിയ നിയമ ഇസ്രായേൽ അവിടെ പിറക്കുകയാണ് പന്തക്കോസ്താ ദിവസം. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമുക്കറിയാം പത്രോസ് അതിന് ശേഷം എഴുന്നേറ്റ് പ്രസംഗിക്കുകയാണ്. അറമായ ഭാഷയിലാണ് പ്രസംഗിക്കുക. അറമായ ഭാഷയിലായിരിക്കാം എന്നാണ് വിശ്വസിക്കുക. അറമായ ഭാഷ പ്രസംഗിക്കുകയാണ്. അറമായ ഭാഷയിൽ പലരും ചിന്തിക്കുന്നത് പല ഭാഷകളിൽ പ്രസംഗിച്ചു എന്നാണ്. ശരിക്കും പത്രോസും ശിഷ്യന്മാരും അവർക്കറിയാവുന്ന ഭാഷയിൽ അവർ പ്രസംഗിച്ചു. പക്ഷേ കേൾക്കുന്നവരെല്ലാവരും അവരവരുടെ ഭാഷകളിൽ, അവരുടെ ലോക്കൽ ലാംഗ്വേജ് ഭാഷകളിൽ അവർ കേൾക്കാൻ തുടങ്ങി. ശിഷ്യന്മാർ ഒറ്റ ഭാഷയിൽ, അവർക്കറിയാവുന്ന ഭാഷയിൽ പ്രസംഗിച്ചു. ബാക്കിയുള്ളവരെല്ലാം അവരുടേതായ ഭാഷകളിൽ, അവരുടെ ലോക്കൽ ലാംഗ്വേജുകളിൽ കേൾക്കാൻ തുടങ്ങി. ഇത് സഭയുടെ അർത്ഥമാണ്. സഭയെ കാണിക്കുകയാണ്. ഇന്ന് സഭയിൽ ഒരു ബൈബിളും ഒരു വിശ്വാസവും ഒരു വിശ്വാസ പ്രമാണവും ഒരേ കൂതാശകളും ഉണ്ടെങ്കിലും എല്ലാ ഭാഷക്കാരും എല്ലാ രാജ്യക്കാരും അവരവരുടെ ഭാഷകളിൽ ഈശോയെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ഈശോയുടെ പ്രമാണങ്ങൾ സ്വീകരിക്കുകയും ഈശോയെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആ വലിയ സഭയുടെ ഒരു മിനിയേച്ചറാണ് നമ്മൾ അവിടെ കാണുക പന്തക്കോസ്താ ദിവസം. അതുകൊണ്ടാണ് സഭ അവിടെ അന്ന് പിറന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ പന്തക്കോസ്തയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ടാകേണ്ടത്. ഒന്ന്, നമുക്ക് ആദ്യമായി പുതിയ നിയമം നമ്മുടെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടത് പന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് തീനാവുകളിലൂടെ വന്നത്. പഴയ നിയമത്തിൽ ഈ സീനായ് മലയിൽ ദൈവം തീനാവുകളിലൂടെ തീയായി ഇറങ്ങി വന്ന് അവർക്ക് കൽപ്പലകളിൽ നിയമം കൊടുത്തു. അന്ന് തീയായി വന്നതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പന്തക്കോസ്താ ദിവസം തീനാവുകളായി പരിശുദ്ധാത്മാവ് ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ വരുന്നത്. ഇനി നമ്മൾ കാണേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഭാഗം, പണ്ട് ദൈവം തമ്പുരാൻ തന്നെ അവരുടെ ഉള്ളിലേക്ക് അവരുടെ മുമ്പിലേക്ക് തീയായി വന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് തീയായി വരുന്നതിലൂടെ മറ്റൊരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മാവ് ത്രിത്വേക ദൈവമാണ്. ത്രിത്വേക ദൈവത്തിലെ മൂന്നാമത്തെ ആളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഡിവിനിറ്റി, ദൈവത്വം കാണിക്കുന്നതാണ്. കാരണം പണ്ടത്തെ അതേ പഴയ നിയമത്തിൽ കാണിക്കുന്ന അതേ കാര്യമാണ് പുതിയ നിയമത്തിലും കാണുക. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാരെ പറയുക, ട്രിനിറ്റി, ത്രിത്വം റിവീൽ ചെയ്യപ്പെട്ടത്, അതിൻ്റെ പൂർണ്ണതയിൽ റിവീൽ ചെയ്യപ്പെട്ടത് പന്തക്കോസ്തയിലാണെന്നാണ് സഭ വിശ്വസിക്കുക. അത് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലും അതിലും പറയുന്നുണ്ട്. ത്രിത്വം പൂർണ്ണതയിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പന്തക്കോസ്താ ദിവസമാണ്, പന്തക്കോസ്തയിലാണ് എന്ന് സഭ വിശ്വസിക്കുന്നു. ഇതാണ് ആദ്യമായിട്ട് പന്തക്കോസ്താ തിരുനാളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇനി നമ്മൾ അല്പനേരം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ പ്രധാനപ്പെട്ട ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കുക, അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 4 മുതലാണ് നമ്മൾ വായിക്കാൻ പോവുക. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതിനെക്കുറിച്ച് ഞാൻ ധ്യാനിക്കാൻ ഇടവന്നത്, ഈ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം. അപ്പോൾ എനിക്ക് എന്നെ വളരെ സ്വാധീനിച്ച ഒരു 3 സംഭവങ്ങൾ, പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ നടന്ന 3 സംഭവങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിതാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ എങ്ങനെ നയിക്കുന്നു എന്നുള്ള ചില കാര്യങ്ങളാണ്. ഡിസേൺമെൻറ്റിൻ്റെ ഒന്നാന്തരം അടയാളങ്ങൾ. എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ ഡിസേൺ ചെയ്യുക. പലർക്കും നമുക്കൊക്കെ സാധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് ഈ ഡിസേൺമെൻറ്റ്. നമുക്ക് പറ്റാവുന്ന വളരെ കോമൺ ആയിട്ട് പറ്റാവുന്ന ചില അബദ്ധങ്ങളും അപകടങ്ങളും നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ചില അനുഭവങ്ങൾ ഈ അപ്പസ്തോല പ്രവർത്തനം, ഈ ബൈബിൾ ഭാഗത്തുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം. എല്ലാ നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു വായിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങൾ, ചിന്തകളൊക്കെ പെട്ടെന്ന് ധ്യാനിക്കുകയും ചെയ്യുക. നമുക്കറിയാം ചുരുങ്ങിയ സമയമുള്ളൂ, പക്ഷേ കഴിയുന്നതും കൂടുതൽ ചിന്തകൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സമയമൊക്കെ വിശുദ്ധ കുർബാന നമ്മുടെ മുമ്പിലുണ്ട്. വിശുദ്ധ കുർബാനയുടെ മുമ്പിലാണ് നമ്മൾ ദൈവവചനം കേൾക്കുക. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയെ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവേ,
വലിയ ദാഹത്തോടെ അങ്ങയുടെ വചനം കേൾക്കുവാനായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. ആഗ്രഹമുള്ളവർ മാത്രമാണല്ലോ അങ്ങയുടെ വചനത്തിനു വേണ്ടി ദാഹത്തോടെ കാത്തുവരിക. അതുമാത്രമല്ല, പിതാവായ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് അങ്ങ് വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 44 കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ പിതാവിൻ്റെ ആഗ്രഹത്താൽ അങ്ങയുടെ പിതാവിൻ്റെ ആകർഷണത്താൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അങ്ങയുടെ ഈ പ്രിയപ്പെട്ട ജനത്തെ അങ്ങ് കാണണമേ. ഒത്തിരി വേദനകളും അസ്വസ്ഥതകളും മുറിവുകളും കുറവുകളുമുള്ളവരായ ഈ മക്കൾ അങ്ങയുടെ മുമ്പിൽ വചനം കേൾക്കാൻ ദാഹത്തോടെ കുടുംബസമേതം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഈ നിമിഷം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് വർഷിക്കണമേ. പെന്തക്കോസ്താ ദിവസം തീനാവുകളുടെ രൂപത്തിൽ ആഗതനായ പരിശുദ്ധാത്മാവെ ശക്തമായി ഇവരെ ഓരോരുത്തരിലും വന്ന് നിറയുവാൻ, ഇവരുടെ ഹൃദയത്തിൽ അങ്ങയുടെ നിയമങ്ങൾ എഴുതുവാൻ അങ്ങയുടെ ആക്കണമേ. ഏതെങ്കിലും മുറിവുകൾ കുറവുകളുണ്ടെങ്കിൽ അവയെല്ലാം അങ്ങ് പരിഹരിക്കണമേ. എല്ലാ രോഗപീഠകളും ഇപ്പോൾ ഇവരെ വിട്ടുമാറട്ടെ. ഏതെങ്കിലും ഭയമോ അസ്വസ്ഥതയോ ദുഃഖമോ ഭാരമോ ഉണ്ടെങ്കിൽ, ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും അന്ധകാര ശക്തിയുടെ സ്വാധീനങ്ങളോ ഉണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഇവരെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ വേഗം വരണമേ. പരിശുദ്ധാത്മാവെ ശക്തിയായി വന്ന് ആവസിക്കണമേ. പരിശുദ്ധാത്മാവെ എല്ലാവരെയും സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവെ വലിയ അനോയിങ് അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവെ ശക്തിയായി ഇവരുടെ ഉള്ളിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് തുറക്കണമേ. ലിഡിയായുടെ ഹൃദയം അങ്ങ് തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയം അങ്ങ് തുറക്കണമേ. അങ്ങ് തുറക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയം എന്നും അടഞ്ഞിരിക്കും. എത്ര പ്രാർത്ഥിച്ചാലും ഞങ്ങളുടെ ഹൃദയം തുറക്കണമെന്നില്ല കർത്താവേ. എത്ര പ്രാർത്ഥിച്ചാലും, എത്ര പള്ളിയിൽ പോയാലും, എന്തുമാത്രം ആരാധനയിൽ പങ്കെടുത്താലും തുറക്കാത്ത ഹൃദയങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഈ നിമിഷം അവയെല്ലാം തുറക്കപ്പെടട്ടെ. വലിയ അനുതാപം എല്ലാവർക്കും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ വേഗം വരണമേ. എല്ലാവരെയും സ്പർശിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എല്ലാവരും സ്വതന്ത്രമായി അല്പനേരം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അബ്ബാ പിതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേൾക്കാൻ പോകുന്ന ഭാഗം ജെറുസലേം സൂനഹദോസിന് ശേഷം ശിഷ്യന്മാരുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ജെറുസലേം കൗൺസിലിന് ശേഷം അവർ ശ്രേഷ്ഠര്, പ്രധാന പുരോഹിതരും അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും ഒക്കെ ഒരുമിച്ച് കൂടി കുറേ തീരുമാനങ്ങൾ എടുത്തു. അതാണ് ജെറുസലേം കൗൺസിൽ. ആദ്യത്തെ സൂനഹദോസ്, ഏറ്റവും അവസാനമുണ്ടായ സൂനഹദോസാണ് 2-ാം വത്തിക്കാൻ സൂനഹദോസ്. അതുവരെയും സഭയിൽ ഈ സൂനഹദോസുകളാണ് തീരുമാനമെടുക്കുക. ഈ ആദ്യത്തെ സൂനഹദോസ് പങ്കെടുത്തവരാരാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. 4-ാം വാക്യം, ജെറുസലേമിൽ വെച്ച് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണമെന്ന് അവർ നഗരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കവേ അവിടെയുള്ളവരെ അറിയിച്ചു. അപ്പസ്തോലന്മാരും അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബിഷപ്പുമാർ. ഇനി ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വാക്ക് എൽഡേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഗ്രീക്കിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമം ഗ്രീക്കിൽ ഈ എൽഡേഴ്സ് എന്ന വാക്കിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പ്രിസ്ബിറ്റേഴ്സ് എന്നാണ്. പ്രിസ്ബിറ്റർ എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇടവകയിലൊക്കെ പ്രിസ്ബിട്രി എന്നുള്ള വാക്ക് വന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വായിക്കാം: ജെറുസലേമിൽ വെച്ച് ബിഷപ്പുമാരും പുരോഹിതരും എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണമെന്ന് അവർ നഗരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കവേ അവിടെയുള്ളവരെ അറിയിച്ചു. ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിക്കുക. തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഈ അപ്പസ്തോലന്മാരും ശ്രേഷ്ഠരും ബിഷപ്പുമാരും പ്രീസ്റ്റ് അവർ ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ, അതാണ് സൂനഹദോസ് തീരുമാനങ്ങൾ. അതനുസരിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഇന്ന് സഭകൾ വിശ്വാസത്തിൽ തകരാനൊക്കെ ഒരു കാരണം ഈ അനുസരണത്തിൻ്റെ ആത്മാവ് എല്ലാവർക്കും, സഭയുടെ ഹൈറാർക്കിയിലുള്ള എല്ലാവർക്കും പതിയെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ജനത്തിന് പോലും എല്ലാവർക്കും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതും നമ്പർ കൂടുന്നതിന് പകരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതും വളരാതിരിക്കുന്നതും. അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവർ പ്രധാനപ്പെട്ട പ്രീച്ചുകൾ, അവരുടെ വചനപ്രഘോഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം അനുസരിക്കുക
ഈ ചിന്തകളും ഈ നിയമങ്ങളൊക്കെ അനുസരിക്കുക എന്നുള്ളതാണ്. വചനത്തെ മാത്രമല്ല, ഇവരുടെ സൂനഹദോസോടുത്ത തീരുമാനം കൂടി അനുസരിക്കണം. ഇതും ബൈബിളിലുണ്ട്. വചനം മാത്രം അനുസരിക്കണം എന്ന് മാത്രമല്ല, സൂനഹദോസിലുള്ള തീരുമാനങ്ങളും അനുസരിക്കണമെന്ന് കർത്താവ് സഭയിൽ എല്ലാവരോടും ആവശ്യപ്പെടുന്നുണ്ട്, ബൈബിളിൽ ആവശ്യപ്പെടുന്നുണ്ട്. അത് ബൈബിളിലുണ്ട്. അതുകൊണ്ട് ബൈബിൾ മാത്രം പിടിച്ച് ബൈബിൾ മാത്രം അനുസരിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കുക. അങ്ങനെയുള്ളവർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഈ വചനം എടുത്ത് വായിച്ചു കേൾപ്പിക്കുക. സൂനദോസ്, സഭയുടെ ആദ്യത്തെ സൂനദോസ് മുതൽ അവസാന സൂനദോസ് വരെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കാൻ ദൈവജനത്തിന് ബാധ്യതയുണ്ട്. അതിൽ മായം കലർത്താനോ അതിനെതിരെ സംസാരിക്കാനോ നമുക്ക് അവകാശമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സഭയുടെ വളർച്ചയും നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയും ബാധിക്കും. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ എഴുതിയിരിക്കുക. അങ്ങനെ ചെയ്തതുമൂലം, തന്മൂലം, അങ്ങനെ പഠിപ്പിച്ചതുപോലെ ഇത് അനുസരിക്കണമെന്ന് പൗലോസ് ലീഹയും മറ്റുള്ളവരും പറഞ്ഞതുകൊണ്ട് തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും അവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയും ചെയ്തു. അതിനുശേഷം ഇനി പറയുന്ന 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്നെ വളരെ സ്വാധീനിച്ച ചില സംഭവങ്ങൾ. ഒന്നാമത്തേതാണ് 6-ാം വാക്യം. യേശുയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. ഇതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വചനപ്രഘോഷം നല്ലൊരു കാര്യമാണ്, പക്ഷെ അതിന് തടസ്സം പരിശുദ്ധാത്മാവ് തടസ്സപ്പെടുത്തുക, നല്ലൊരു കാര്യത്തെ തടസ്സപ്പെടുത്തുക. എന്നിട്ട് അവർക്ക് പോകാൻ പറ്റാതെ വരിക. ഇതൊരു നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് നല്ല കാര്യമാണല്ലോ, എന്തുകൊണ്ട് ഞാൻ ചെയ്തുകൂടാ? എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ളതല്ല. നമുക്ക് ചെയ്യാൻ വേണ്ടി ദൈവം അനാദി മുതലേ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. 1 തിമോത്തി 5:22 എടുത്ത് വായിക്കാം. 1 തിമോത്തി 5:22 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 5-ാം അധ്യായം 22-ാം വാക്യം. 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഈ നിയമങ്ങൾ ആർക്കെങ്കിലും വചനത്തിൽ പറയുന്നത് എഫേസുസാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. എഫേസുസാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യമാണ്. നമുക്കെടുത്ത് വായിക്കാം. എഫേസുസാർക്ക് എഴുതിയ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം ചില സൽപ്രവർത്തികൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ദൈവം മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ സൽപ്രവർത്തികൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ സൽപ്രവർത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ സൽപ്രവൃത്തിയും എനിക്കുള്ളതല്ല. ഈ സൽപ്രവർത്തികളിൽ എനിക്കുള്ള സൽപ്രവൃത്തി, ഞാൻ ചെയ്യേണ്ട സൽപ്രവൃത്തി ഏതാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഡിസേൺമെൻറ്റ് ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരെന്ത് ചെയ്യും? എല്ലാം ചെയ്ത് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം മാത്രം ചെയ്യില്ല. ഞങ്ങൾ സെമിനാറിലായിരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു സഹോദരനുണ്ടായിരുന്നു. ആ മകനാണെങ്കിൽ ഭയങ്കര കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യനാണ്. ഞങ്ങളെല്ലാവരെയും ഓർഡിനേഷൻ കാർഡുകളെല്ലാം അവനാണ് ഡിസൈൻ ചെയ്ത് തന്നതും അതൊക്കെ പ്രിൻറ്റിങ്ങിന് വേണ്ടി ഓടി നടന്നതും. അവസാനം ഇവനെല്ലാം ചെയ്തെങ്കിൽ അവസാനം ഓർഡിനേഷൻ ആയപ്പോഴാണ് അവൻ മനസ്സിലായത് അവൻ്റെ കാര്യം മാത്രം അവൻ ചെയ്തിട്ടില്ല, അവൻ്റെ കാർഡ് മാത്രം അവൻ ഒരുക്കിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ചിലർ. എല്ലാം ചെയ്യും, പക്ഷെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം മാത്രം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് ലീഹ യേശുവിൽ വചനം പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ചു, പരിശുദ്ധാത്മാവ് തടഞ്ഞു. അതിനുശേഷം പൗലോസ് വിചാരിച്ചു, എന്നാൽ പിന്നെ ഞാൻ ഗലാത്യ വഴി അങ്ങോട്ട് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. പത്രോസ് ലീഹ പരിശുദ്ധാത്മാവ് യേശുവിലേക്ക് പോകാൻ തടസ്സപ്പെടുത്തിയെങ്കിലും എങ്ങോട്ടാ പോകേണ്ടതെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ആ തടസ്സപ്പെടുത്തപ്പെട്ട മേഖലയിലേക്ക് ഇവർ പോകാതെ തുറന്നു കിട്ടിയ ഒരു വാതിലൂടെ വേറൊരു സ്ഥലത്തേക്ക് പോയി. അതാണ് ഫ്രീജിയ, ഗലാത്യ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. അപ്പോഴും അവർക്കൊരു പിടിയുമില്ല, ഇനി എവിടെയാ പോകേണ്ടത്, എവിടെയാ പ്രസംഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും അവർക്കില്ല. മീസിയായിക്ക് അടുത്ത് വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. മീസിയയിലേക്ക് വന്നപ്പോൾ ഇനി ബിഥീനിയ ആയിരിക്കും, എന്നാൽ അവിടെ പോയി പ്രസംഗിക്കാം എന്ന് കരുതി അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചു. എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അതിനെ അനുവദിച്ചില്ല. ഈ പ്രസംഗിക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരതൊക്കെ തടസ്സം. പ്രിയപ്പെട്ടവരെ, ഇത് എന്നെ വളരെ ഇരുത്തി ചിന്തിപ്പിച്ചു. വചനപ്രഘോഷം നല്ലൊരു കാര്യമാണെങ്കിലും
നമ്മൾ പോകേണ്ട ചില സ്ഥലത്തെ പോകാവൂ. കുറച്ച് നാളുകൾ മുമ്പ് ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ ഒരു പെൺകുട്ടി പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞു വന്നു. ആ പെൺകുട്ടി പാട്ട് പാടും. പക്ഷേ ഇവിടെ വരുമ്പോഴൊക്കെ ആ പെൺകുട്ടിക്ക് എപ്പോഴും അസ്വസ്ഥത, എപ്പോഴും കാറിച്ചയും ബഹളം, മറിഞ്ഞു വീഴ്ചയും, ഭയങ്കര അസ്വസ്ഥത, ബാക്കിയുള്ളവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനെ വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ കുഴപ്പമില്ല. അവസാനം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, ഈ കുഞ്ഞിനുള്ള ശുശ്രൂഷ ഇവിടെ അല്ല, ഈ ആ കൊച്ചിൻ്റെ ഇടവകയിൽ തന്നെയാണ്. പക്ഷെ ആ കൊച്ചിനോട് എത്ര പറഞ്ഞാലും ആ കൊച്ചിനത് മനസ്സിലാവില്ല. കൊച്ചിൻ്റെ ചിന്ത, ഈ ഡിവൈൻ ധ്യാനേന്ദ്രത്തിൽ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ ഏത് നേരവും എല്ലാ പ്രാവശ്യം ഫോൺ വിളിക്കും, എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്ന് വാതിലെ മുട്ടും. അങ്ങനെ ഭയങ്കര ആഗ്രഹം ആ കൊച്ചിന്. പക്ഷേ ഞങ്ങളത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കാരണം ഇവിടെ വരുമ്പോഴൊക്കെ ആ കൊച്ചിന് പ്രശ്നമാണ്, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലായി. ഈ അടുത്ത കാലത്ത് അറിഞ്ഞു, ആ കൊച്ച് ഇടവകയിൽ പാട്ട് പാടാൻ ചേർന്നു. ഇടവകയിൽ പാട്ട് പാടി, അവിടെയുള്ള ചെറിയ കൊയറിൻ്റെ കൂടി പാട്ട് പാടാൻ തുടങ്ങി. ഒരു പ്രശ്നവുമില്ല, വളരെ സമാധാനപൂർവ്വം, വളരെ ശാന്തമായിട്ട് ആ കൊച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ദൈവം നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്തും നമ്മുടെ ഇഷ്ടപ്പെട്ട ശുശ്രൂഷകളിലും അല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. പലപ്പോഴും നമുക്ക് ചിന്തയുണ്ട്, ആ ശുശ്രൂഷ നല്ലതാണ്, അല്ലെങ്കിൽ അവിടെ പോയാൽ നല്ലതായിരിക്കും, അവിടെ ചെന്നാൽ ഒത്തിരി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രാധാന്യമുണ്ട്, അവിടെ പ്രാധാന്യം ഇല്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ ശരിക്കും ദൈവത്തെ അല്ല ശുശ്രൂഷിക്കുന്നത്, നമ്മൾ നമ്മെ തന്നെയാണ് ശുശ്രൂഷിക്കുക. നമ്മുടെ ആഗ്രഹത്തെയാണ് ശുശ്രൂഷിക്കുക, നമ്മുടെ ചിന്തകളെയാണ് ശുശ്രൂഷിക്കുക. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെയാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്നിടത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹയും ഇത്രയും നല്ലൊരു ശുശ്രൂഷ, വചനപ്രഘോഷ ശുശ്രൂഷയാണെങ്കിലും, ലോകം മുഴുവനോടെ മുമ്പിൽ കിടക്കുകയാണെങ്കിലും എല്ലായിടത്തൊന്നും പോകാൻ പരിശുദ്ധാത്മാവ് അവർ അനുവദിച്ചില്ല. ചില സ്ഥലത്തേക്ക് മാത്രം, ചില സ്ഥലത്ത് ചെറുതായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അവിടെ മാത്രമേ പോകാവൂ എന്നുള്ളൊരു വലിയൊരു ഡിസേൺമെൻറ്റ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, ഞാനാണ് പൗലോസ്ലീഹയുടെ സ്ഥാനത്തെങ്കിൽ ഉടനെ വചനപ്രഘോഷത്തിന് പോകുമ്പോൾ ഒരു തടസ്സം വരികയാണെന്ന് കരുതുക, ഉടനെ ഞാൻ പറയും ഇത് പിശാച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഡെലിവറൻസ് പ്രാർത്ഥനയും വെള്ളം തളിക്കലൊക്കെ ആയിട്ട് നടക്കും. പക്ഷേ അങ്ങനെ ആകണമെന്നില്ല. എല്ലാ തടസ്സം പിശാചും തടസ്സപ്പെടുത്തും, പക്ഷേ പരിശുദ്ധാത്മാവും ചില സമയത്ത് തടസ്സപ്പെടുത്തും. അത് നമ്മൾ തിരിച്ചറിയണം. ഉടനെ നിങ്ങൾ ചോദിക്കാം, അച്ഛാ അപ്പോൾ എങ്ങനെ മനസ്സിലാവും ഇതിൽ ഏതാണ് പിശാച്, ഏതാണ് പരിശുദ്ധാത്മാവ്, എങ്ങനെ മനസ്സിലാകും? അതിനാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകൾ നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ഫെമിലിയാരിറ്റി വേണം. എപ്പോഴും പരിശുദ്ധാത്മാവിനെ ഒബേ ചെയ്തുകൊണ്ടിരിക്കുന്ന, അനുസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. എൻ്റെ വീട്ടിലേക്ക് മെയിൻ റോഡിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കയറണമെങ്കിൽ ഒരു ചെറിയ നടപ്പാതയുണ്ട്. വണ്ടി പോകുന്ന വലിയൊരു നടപ്പാതയുണ്ട്, എങ്കിലും ചെറിയൊരു നടപ്പാത, നടന്നു പോകേണ്ട റബ്ബർ തോട്ടത്തിനിടയിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകേണ്ട ഒരു വഴിയുണ്ട്. അതിലെയാണ് എല്ലാവരും സാധാരണ വരിക. അങ്ങനെ ആ വഴിയെ വരുമ്പോൾ ഞങ്ങൾ കുട്ടികൾ പോലും കണ്ണു അടച്ച്, ഒരു വെട്ടവും ഇല്ലാതെ, ഒരു ടോർച്ചും ഇല്ലാതെ, ഏത് പാതിരാത്രിക്കും ആ റോട്ടിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് വീട്ടിലേക്ക് എത്തും. കാരണം ഞങ്ങൾ അതിനെ നടന്ന് ആ വഴി കൃത്യമായി മനപ്പാടം, ഒരു കല്ല് എവിടെയാണെന്ന്, ഒരു കുറ്റി എവിടെയാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഏത് പാതിരാത്രിക്കും ആ വഴിയിലൂടെ ഓടിക്കയറി വീട്ടിൽ ചെല്ലും. എന്നാൽ ആദ്യമായി ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരെല്ലാം ആ മെയിൻ റോഡിൽ നിന്ന് കൈയടിച്ച് ബഹളം വയ്ക്കും. ഉടനെ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ടോർച്ചുമായിട്ട് അവിടെ ചെല്ലും, എന്നിട്ട് ആ ടോർച്ചുമായിട്ട് കൂട്ടിക്കൊണ്ട് വരും. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞതുപോലെയാണ് ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നവർ, ആദ്യമായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്നവർ, ആദ്യമായി പരിശുദ്ധാത്മാവിനെയൊക്കെ പരിചയപ്പെട്ട് വരുന്നവർ, അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ സഹായം വേണം. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ വഴി കൃത്യമായി പരിചയമുള്ളവർ ടോർച്ചൊക്കെ ആയിട്ട് വന്ന് സഹായിക്കണം എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മറ്റുള്ളവരുടെ ടോർച്ചുമായിട്ട് നടക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ധ്യാനത്തിലും പങ്കെടുക്കുകയും പ്രാർത്ഥനയൊക്കെ കൂടുകയും ധ്യാനത്തിലും ആരാധനയൊക്കെ പങ്കെടുത്ത് ധ്യാനമൊക്കെ കൂടി മാനസാന്തരപ്പെട്ടവരുടെയൊക്കെ ഒരു സ്വഭാവം, അവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ വചനപ്രഘോഷകരുടെ ഫോൺ നമ്പർ മേടിക്കുക, എന്നിട്ട് എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും ഇടയ്ക്കൊക്കെ ഞാൻ ഇന്ന് ഇപ്പോൾ പുറത്ത് പോകണോ, മഴ പെയ്യുമോ, അല്ലെങ്കിൽ ഏത് വണ്ടി പോകണം, എന്ന് അപകടം ഉണ്ടാകുമോ, ഇങ്ങനെ ഏതെങ്കിലും വിളിച്ചു ചോദിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് ആഗ്രഹം നിങ്ങൾ ഓരോരുത്തരെയും നയിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിൽ അവിടെ നിന്ന് നിയമങ്ങൾ എഴുതും, ഹൃദയത്തിൽ വന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുമെന്ന് പറയുക. അതുകൊണ്ട് ഓർക്കുക, പൗലോസ്ലീഹയുടെ ഡിസേൺമെൻറ്റ് ഗിഫ്റ്റ് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് തിരിച്ചറിയുക. പൗലോസ്ലീഹയ്ക്ക് ഇത് മനസ്സിലായി, ഇത് പരിശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത്. ഈ തടസ്സം എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതെന്ന് നമുക്കറിയാൻ പാടില്ല. ഒരുപക്ഷെ ദർശനമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനത്തിലൂടെ ആകാം, അല്ലെങ്കിൽ
സാധാരണ വചനപ്രഘോഷകർ അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതർ പറയുക തടസ്സങ്ങളിലൂടെ ആകാം എന്നാണ് പറയുക. തടസ്സങ്ങളിലൂടെ പോകുന്നിടത്തൊക്കെ പോകാൻ നോക്കും, തടസ്സം. അങ്ങനെ തടസ്സങ്ങളിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. പൗലോസ് ലീഹ ഇവിടെ നയിക്കുന്നത് തടസ്സങ്ങളിലൂടെ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വായിക്കുന്നു, ബിഥീനിയയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ദേ ട്രൈഡ് ടു ഗോ ടു ബിഥീനിയ എന്നാണ്. ദേ ട്രൈഡ് എന്ന് പറഞ്ഞ് ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ ഒരു തടസ്സം വന്നു. ഉടനെ അവർക്ക് മനസ്സിലായി ഇത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് ആ തടസ്സം വരുന്നെങ്കിൽ ഉടനെ പിശാചിനാണെന്ന് പറയും. എല്ലാ തടസ്സങ്ങളും പിശാചാണെന്ന് നമ്മൾ പറയരുത്. നമ്മൾ അത് നമുക്ക് പരിശുദ്ധാത്മാവായിട്ട് ഇച്ചിരൊക്കെ പരിചയം വേണം. ഇടയ്ക്കിടയ്ക്കല്ല, എപ്പോഴും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 5:32 നമ്മളിപ്പോൾ വായിക്കുന്നു. 5:32 അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് ഇതാണ്. 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. ദൈവത്തെ അനുസരിക്കുന്നവർ മദ്യപിക്കാൻ തോന്നുമ്പോൾ മദ്യപിക്കുകയും, വലിക്കാൻ തോന്നുമ്പോൾ വലിക്കുകയും, നുണ പറയാൻ തോന്നുമ്പോൾ നുണ പറയുകയും ചെയ്യുന്നവർ, അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിൽ പ്രകടമല്ല. അങ്ങനെയുള്ളവർ ഡിസേൺമെൻ്റ് എടുക്കുക എന്നുള്ളത് അസാധ്യമാണ്. അവർക്ക് ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ട് ഇതാ പരിശുദ്ധാത്മാവിൽ നിന്നാണോ തിന്മയിൽ നിന്നാണോ നന്മയിൽ നിന്നാണോ വരുന്നതെന്നറിയാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേറൊരു ഉദാഹരണം, ജെറമിയായുടെ പുസ്തകം 31-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ജെറമിയല്ല, പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ആരാണ് ആത്മീയമായി വളർന്നവർ എന്ന് കാണിക്കുന്ന ഒരു വചനഭാഗമാണിത്. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി, പ്രഭാഷകൻ 31:10, സിറാഖ് 31:10. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും, തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. തിന്മ ചെയ്യാൻ അവകാശമുണ്ടായിട്ടും, പാപം ചെയ്യാൻ കഴിവുണ്ട്, നുണ പറയാൻ കഴിവുണ്ട്, ചീത്ത സിനിമ കാണാൻ കഴിവുണ്ട്, എന്ത് ചെയ്യാൻ, കുടിക്കാൻ കഴിവുണ്ട്, മദ്യം മുഴുവൻ നമ്മുടെ മുമ്പിലിരിക്കുന്നു, വീട്ടിലിരിക്കുന്നു, എല്ലാത്തിനും കഴിവുണ്ട്. പക്ഷെ അത് വേണ്ട എന്ന് വയ്ക്കുന്നവൻ, തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് വേണ്ട എന്ന് വയ്ക്കുന്നവൻ ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമാണ്. അവൻ്റെ ദൈവ സാന്നിധ്യം എന്നും ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവൻ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഡിസേൺമെൻറ്റ് എളുപ്പമാണ്. പൗലോസ് ലീഹിക്ക് ഡിസേൺമെൻറ്റ്, ഇത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി വേറൊരു ഉദാഹരണം ഈ സംഭവത്തിൽ തന്നെ വളരെ മനോഹരമായൊരു ഉദാഹരണമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം നമ്മൾ തുടർന്നും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില ഭാഗങ്ങൾ നമുക്കത് വായിക്കാം. അതിനുശേഷം ബിഥീനിയയിലേക്ക് പോകാൻ 8-ാമത്തെ വാക്യം, തന്മൂലം മീസിയ പിന്നിട്ട് അവ ത്രോവാസിലേക്ക് പോയി. ബിഥീനിയയിലേക്ക് പോകാൻ ദൈവം അനുവദിക്കാത്തത് കൊണ്ട് ത്രോവാസിലേക്ക് പോയി. ഉടനെ ത്രോവാസിൽ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ദൈവം ഒരു ദർശനത്തിലൂടെ വെളിപ്പെടുത്തൽ കൊടുക്കുക. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ ദർശനമൊക്കെ നേരത്തെ കൊടുത്തുവിടാ? എന്തുകൊണ്ട് ഈ ദർശനം നേരത്തെ കൊടുത്തുവിടാ? പൗലോസ് ലീഹയൊക്കെ എത്രമാത്രം വിശുദ്ധ ജീവിതം നയിച്ചവരാ, എന്നിട്ട് പോലും അവരുടെ മുമ്പോട്ടുള്ള ജീവിതമൊക്കെ കൃത്യമെന്ന് മനസ്സിലാക്കുന്നില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പൗലോസ് ലീഹയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കിട്ടുന്നില്ല. ഒരു എത്തും പിടിയും കിട്ടാതെ അവരുടെ യാത്ര നോക്കുക. ലിസ്ത്രായിൽ നിന്ന് ഏഷ്യയിലേക്ക് പോകാൻ നോക്കി, അവിടെ നടന്നില്ല. പിന്നെ ഫ്രീജിയ, ഗലാത്യ കൂടി അവസാനം മീസിയയിലേക്ക് വന്നു. പിന്നെ ബിഥീനിയയിലേക്ക് പോകാൻ നോക്കി, നടന്നില്ല. ഇത്രയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ഒരു എത്തും പിടിയും കിട്ടാതെ ഈ പൗലോസ് ലീഹ നടക്കുക. പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയാനുണ്ടോ? ധ്യാന ഗുരുക്കന്മാരെ കുറിച്ച് പറയാറുണ്ട്. ഒരു ധ്യാനഗുരുക്കിന് ഒരു ധ്യാനഗുരുവിന് ഒരു തെറ്റ് പറ്റുമ്പോൾ ഉടനെ പറയുക, ഇതൊന്നും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഓർക്കുക, ഈ പരിശുദ്ധാത്മാവ് അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തത് മുഴുവനും, പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിലുള്ളത് മുഴുവനും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യൻ ഇതുവരെ ഈശോ മാത്രമേ ഉള്ളൂ. പൗലോസ് ലീഹയ്ക്ക് പോലും കൃത്യമായിട്ട് എല്ലാം ഒന്നും ആ സമയത്തും കൃത്യമായിട്ടൊന്നും കിട്ടിയിരുന്നില്ല. പൗലോസ് ലീഹയ്ക്ക് അധ്വാനിച്ച് കഷ്ടപ്പെട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ സന്ദേശങ്ങൾ തിരിച്ചറിഞ്ഞതും മുമ്പോട്ട് പോയതും. അല്ലാതെ ഒരാളെ കാണുമ്പോൾ ഉടനെ നിന്നെക്കുറിച്ചുള്ള A to Z ഞാൻ ഇപ്പം പറയാമെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ല. അതൊരിക്കലും സംഭവിക്കില്ല. ഓർക്കുക, അങ്ങനെ ആർക്കും ദൈവം അങ്ങനെ ആരെയും വെളിപ്പെടുത്തി കൊടുക്കില്ല. ചില കാര്യങ്ങൾ
അനുതാപത്തിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങൾ, അനുതാപത്തിലേക്ക് നയിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ കൊടുത്ത സംഭവങ്ങൾ ബൈബിളിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട് എന്ന് കരുതി ആർക്കും ഒരാളെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. പൗലോസ്ലീഹയ്ക്ക് പോലും അവകാശപ്പെടാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് നമ്മളൊക്കെ. അപ്പോൾ പൗലോസ്ലീഹ അവിടെ ത്രോവാസ് ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഒരു ദർശനത്തിലൂടെ കർത്താവ് സംസാരിക്കുക. രാത്രിയിൽ പൗലോസിനൊരു ദർശനമുണ്ടായി. മക്കദോനിയക്കാരനായ ഒരുവൻ അവൻ്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു, മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക, മക്കദോനിയയിലേക്ക് ഓടി വരണമേ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായി ദൈവം വചനപ്രഘോഷത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നത് മാസിഡോണിയ അല്ലെങ്കിൽ ഗ്രീസ്, ഫിലിപ്പി എന്ന സ്ഥലത്തേക്കാണ് എന്ന് മനസ്സിലായി. ഉടനെ പൗലോസ്ലീഹ ഒട്ടും താമസിച്ചില്ല, അവിടെ നിന്ന് ചാടി ഇറങ്ങി തൻ്റെ കൂടെയുള്ളവരെയൊക്കെ വിളിച്ച് മക്കദോനിയക്കാരെ സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു. ഉടനെ ദർശനം ഉണ്ടായ ഉടനെ അപ്പോഴാണ് അവസാനം കൃത്യസ്ഥലം കിട്ടിയത്. പലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, ആദ്യം ദർശനം കിട്ടട്ടെ എന്നിട്ട് പോകാം, ആദ്യം ഒരു വെളിപ്പെടുത്തൽ കിട്ടട്ടെ എന്നിട്ട് തുടങ്ങാം, ആദ്യം എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടോ, അച്ഛനാകാൻ വിളിച്ചിട്ടുണ്ടോ, കന്യാസ്ത്രീയാകാൻ വിളിച്ചിട്ടുണ്ടോ, ദൈവം മുമ്പിൽ വന്ന് പറയട്ടെ എന്നിട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, ചെന്നൈ ഉടനെയൊന്നും ആരെ അച്ഛനാക്കില്ല. നിങ്ങൾക്ക് 10-12 വർഷമുള്ള ഫോർമേഷനുണ്ട്. ആ ഫോർമേഷൻ്റെ കാലത്ത് ശരിയോ തെറ്റോ ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അങ്ങനെയാണ് ഇറങ്ങി പുറപ്പെടുക. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, വെറുതെ ഇരുന്ന ഒരാളെ പോലും ഈശോ തിരഞ്ഞെടുത്തില്ല. മത്തായി ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മത്തായിയെ ദൈവം തിരഞ്ഞെടുത്തു. യോഹന്നാനും യാക്കോബും യോഹന്നാനും വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം ഈശോ അവരെ തിരഞ്ഞെടുത്തു. പത്രോസും അന്ത്രയോസും മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവരെ തിരഞ്ഞെടുത്തു. ഒരു പണിയും ചെയ്യാതിരുന്ന ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം അവർക്ക് വെളിപ്പെടുത്തൽ കൊടുക്കുക. എന്തെങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുക. ഇനി എവിടെയാ ഒരു ശുശ്രൂഷ വെളിപ്പെടുത്തി കിട്ടട്ടെ എന്നോർത്തിരുന്നാൽ പരിശുദ്ധാത്മാവ് ആരെയും നയിക്കാൻ പോകുന്നില്ല. ഇറങ്ങിപ്പുറപ്പെടുക. ഒരു ലക്കും ലഗാനവുമില്ലാതെ എത്തും പിടിയുമില്ലാതെ മുമ്പോട്ട് പോവുക. മുമ്പിൽ കാണുന്നത് പ്രാർത്ഥനയോടുകൂടി ഡിസേൺ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം കൃത്യമായിട്ട് നിങ്ങളെ നയിക്കുന്നത് കാണാം. പലപ്പോഴും ഓർക്കാറുണ്ട്, ഡിവൈൻ ധ്യാനേന്ദ്രം മുരിങ്ങൂർ ചെല്ലുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇതെന്താ ഇങ്ങനെയൊക്കെ പണിത് വെച്ചിരിക്കുന്നത്, ചിലതൊക്കെ ഇങ്ങനെ എങ്കോണിച്ചിരിക്കുന്നു, അങ്ങോട്ടിരിക്കുന്നു, ഇങ്ങോട്ടിരിക്കുന്നു. പനക്ലച്ചൻ പറഞ്ഞതാണ്, നമുക്കിത് തുടങ്ങുന്ന സമയത്ത് യാതൊരു എത്തും പിടിയില്ലായിരുന്നു. ഇങ്ങനെ ഓരോന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഒരു പരുവത്തിലായിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ശരിക്കും സഭയെ നയിക്കുന്നത് ഇങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ പുതിയ ആ സമയത്ത് ചിന്തകൾ നൽകിക്കൊണ്ടാണ്. പലപ്പോഴും ഇവിടെ വരുമ്പോൾ പാട്ടുകാരൊക്കെ പറയാറുള്ളൊരു കാര്യം, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ടൈം ടേബിൾ മുൻകൂട്ടി കിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവ് ആ സമയത്ത് ടൈം ടേബിളൊക്കെ റെഡിയാക്കിയെങ്കിൽ ആ സമയത്ത് പരിശുദ്ധാത്മാവ് ചില മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പോൾ അത് നമ്മൾ അതിനുള്ള ഓപ്പൺ ആയിരിക്കണം. നമ്മൾ അതനുസരിച്ചുള്ള ഓപ്പൺനെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നിയമത്തെ മാത്രം മുറുകെ പിടിച്ച് പോകുമ്പോഴും അതും അപകടം വരുത്തി വെക്കുന്നൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഫ്ലെക്സിബിൾ ആകാൻ മനസ്സ് കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെട്ടുമാറാത്ത തലവേദന കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു ഈ നിമിഷം. അതുപോലെ വലത് കാലിൻ്റെ ആങ്കിളിന് വേദന, ആ ജോയിൻറ്റിലുള്ള വേദന കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അവിടെ നീരുണ്ടായിരുന്നു, ആ നീര് ഇപ്പോൾ ഈശോ അപ്രത്യക്ഷമാക്കുന്നു. ഈശോയുടെ സൗഖ്യം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. അത് വചനത്തിൻ്റെ ശക്തിയാണ്. വചനം കേൾക്കുന്നവർക്കൊക്കെ വിശുദ്ധീകരണം ഉണ്ടാകും. വചനത്തിലൂടെ ദൈവം ശക്തി കൊടുക്കും. ഇനി നമ്മൾ നമുക്ക് തുടർന്ന് വായിക്കാം. നമ്മൾ വായിക്കുന്നത് ഇതാണ്, ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു. ത്രോവാസിൽ നിന്ന് ഞങ്ങൾ ഇനി രണ്ടാമത്തെ സംഭവമാണ് പറയാൻ പോവുക. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഡിസേൺമെൻറ്റ് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് തടസ്സപ്പെടുത്തി അത് പരിശുദ്ധാത്മാവാണെന്ന് പൗലോസിന് മനസ്സിലായി. നമ്മളാണെങ്കിൽ അത് പിശാചാണെന്ന് പറഞ്ഞ് ഡെലിവറൻസും നടത്തിയിരുന്നേനെ. പക്ഷേ പരിശുദ്ധാത്മാവിന് പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായി. ഇനി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു ഡിസേൺമെൻറ്റും കൂടെ ഇവിടെ കാണുന്നുണ്ട്. ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് സമോത്രാക്കിയയിലേക്ക് പോയി യാത്ര ചെയ്തു. അടുത്ത ദിവസം നെയോപോളിസിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും പോയി.
ഇങ്ങനെ യാത്ര ചെയ്ത് അവർ പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറഞ്ഞ സ്ഥലത്തേക്ക് വരികയാണ്. അത് മക്കദോനിയയുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമായുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു. റോമാക്കാരുടെ ഭരണത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു മാസിഡോണിയയിലെ ആ സ്ഥലം. കുറേ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു. അവിടെ ചെന്നു. അവിടെയാണ് പ്രസംഗിക്കേണ്ടതെന്ന് അവർക്കറിയാം. ചെന്ന ഉടനെ ഒരു വഴി കയറിയെന്ന് അങ്ങ് പ്രസംഗിച്ചില്ല. കുറേ ദിവസം അവരവിടെ പ്രാർത്ഥിച്ചു കാത്തിരുന്നു. അവർക്കൊരു പിടിയില്ല. ഇവിടെ വന്ന് സംഭവം മനസ്സിലായി, ഇവിടെയാണ് പ്രസംഗിക്കേണ്ടത്. പക്ഷെ എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും, ഒരു പിടിയും കിട്ടുന്നില്ല. ആരാത്? പൗലോസ്ലിയ. അത്രയും പ്രധാനപ്പെട്ട അപ്പസ്തോലൻ, അത്രയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ പൗലോസ്ലിയ. ചെന്നയുടനെ ഇങ്ങനെ മണിമണി പോലെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല അവർക്ക് പോലും. പൗലോസ്ലിയ ഇങ്ങനെ കാത്തിരിക്കുക. കുറേ ദിവസം അവരവിടെ താമസിച്ചു. എത്ര ദിവസമാണെന്ന് അറിയാൻ പാടില്ല, പക്ഷേ കുറേ ദിവസം അവരവിടെ താമസിച്ചു. അതിനുശേഷം പറയുന്നതാണ്, അവിടെ നിന്ന് ഫിലിപ്പിയിലേക്ക് പോയി. അവിടെ ഞങ്ങൾ നഗരത്തിൽ കുറേ ദിവസം താമസിച്ചു. എന്നിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി പക്ഷേ ഈ കുറേ ദിവസം താമസിക്കുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുന്നതെന്ന് അവിടെ വചനത്തിൽ പറയുന്നുണ്ട്. നഗര കവാടത്തിന് പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ, തോന്നലാണ്, ഒരു വെറും തോന്നൽ അവർക്ക് കിട്ടി. പരിശുദ്ധാത്മാവ് ഒരാളെ നയിക്കുന്നത് ദർശനത്തിലൂടെ, തടസ്സങ്ങളിലൂടെ, തോന്നലുകളിലൂടെ. ശക്തമായ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മീയ തോന്നലുകൾ പരിശുദ്ധാത്മാവിൻ്റെ സംസാരമാണ് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും വിചാരിക്കും ധ്യാനഗുരുക്കന്മാർക്കൊക്കെ പരിശുദ്ധ അല്ലെങ്കിൽ ഈശോ നേരിട്ട് വന്നിങ്ങനെ നേരിട്ട് പറയുമെന്ന് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. ഈശോയെ കണ്ടിട്ടുണ്ടോ, ഈശോയ്ക്ക് എത്ര പൊക്കമുണ്ടെന്നൊക്കെ ചോദിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനോടുള്ള എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലും ദൈവചിന്തയിലും വചനപ്രഘോഷണത്തിലും ബൈബിൾ വായനയിലും നല്ല ജീവിതത്തിലും നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തോന്നലുകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, രൂപങ്ങളിലൂടെ, പലരിലൂടെ നമ്മളോട് സംസാരിക്കും. ഇവിടെ ശിഷ്യന്മാരോട് തോന്നിയതിനാൽ, അങ്ങനെ തോന്നിയതുകൊണ്ട് നഗര കവാടത്തിന് പുറത്തൊരു നദീരത്തൊരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി. ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ സംസാരിച്ചു. ആദ്യം പോയി കിട്ടിയത് കുറച്ച് സ്ത്രീകളാണ്. യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് സ്ത്രീകൾക്ക് യാതൊരു വിലയുമില്ല, അവരുടെ സാക്ഷ്യത്തിന് വിലയില്ല, അവരോട് വചനം പ്രസംഗിക്കുന്നതിലും വലിയ കാര്യമില്ല. സ്ത്രീകൾ മാത്രമേ പ്രസംഗിക്കാൻ ധ്യാനം കൂടാൻ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒട്ടും സ്റ്റാൻഡേർഡിൽ നിന്നാണ് അർത്ഥം അന്നത്തെ കാലത്തെ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ മാറി. അപ്പോൾ അതുകൊണ്ട് അവരാകെ ഇവർ നോക്കിയപ്പോൾ കുറച്ച് സ്ത്രീകൾ മാത്രമുണ്ട്. കാരണം അമ്മച്ചിമാരൊക്കെ വന്ന് ഇങ്ങനെ ധ്യാനത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപക്ഷെ ഇവരുടെ ഈ പ്രാർത്ഥന മൂലമാകാം ദൈവം ബാക്കിയുള്ളിടത്തൊക്കെ പോകുന്നത് തടസ്സപ്പെടുത്തി ഇവരെ കൊണ്ടുവന്നത്, പൗലോസ്ലിഹയെ കൊണ്ടുവന്നത്. സാധാരണ അമ്മച്ചിമാരുടെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി നമ്മൾ മാറിപ്പോകരുത്. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ അപ്പസ്തോലന്മാരെ വിളിച്ച് അവിടെ കൊണ്ടുവന്ന് വചനം പ്രസംഗിക്കാൻ തക്ക ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുക. അവർ പോലും അറിയുന്നില്ല ഇതൊക്കെ സംഭവിക്കുമെന്ന്. അവർ പോലും അറിയാതെ കൃത്യം എവിടെയോ കിടന്ന പൗലോസ്ലിഹയും കൂട്ടരും അവരുടെ ആ പ്രാർത്ഥനാ കേന്ദ്രത്തിലെത്തി. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ മാസിഡോണിയക്കാരൻ, മക്കദോനിയക്കാരൻ ഒരുത്തൻ പൗലോസ്ലിഹയുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞ ഈ അമ്മച്ചിമാരുടെ പ്രതീകമാണ്. ഈ അമ്മച്ചിമാരുടെ അല്ലെങ്കിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയാണ്. അത് അന്നാണ് അവർക്ക് മനസ്സിലാകുക. അവിടെ ചെന്നപ്പോൾ അവരോട് പ്രസംഗിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ ഇവിടെ അധികം നമ്പറൊന്നും ഇല്ല, ആകെ 5-8 പേരേ ഉള്ളൂ, കുറച്ച് പേരെയൊക്കെ കിട്ടിയിട്ട് പ്രസംഗിക്കാമെന്ന് ഓർക്കും. പക്ഷേ ഒരു ചെറിയ ശുശ്രൂഷയാണെങ്കിലും, ഒരു ചെറിയ മിനിസ്ട്രി ആണെങ്കിലും ദൈവം നിങ്ങളോട് ഇപ്പോൾ ഒരു തോന്നൽ തന്നിട്ടുണ്ടെങ്കിൽ പ്രസംഗിച്ചു തുടങ്ങുക. വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ട. ഒരു ചെറിയ ശുശ്രൂഷയാണെങ്കിൽ നിങ്ങളവിടെ തുടങ്ങിക്കൊള്ളുക. ദൈവം അതിൽ നിന്ന് ആരെയെങ്കിലും ഉയർത്തി വലുതാക്കും. നിങ്ങളുടെ മുമ്പിൽ തരുന്ന ആ ചെറിയ ശുശ്രൂഷയാണെങ്കിൽ, ചെറുതാണെങ്കിലും അത് ചെയ്യുക. നമ്മളെല്ലാവരും വലിയ ശുശ്രൂഷകൾ ചെയ്യാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മൾ ചെറിയ ചില ശുശ്രൂഷകളേ ഉള്ളൂ. എല്ലാ ശുശ്രൂഷകളും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. എല്ലായിടത്തും പ്രസംഗിക്കാൻ പോകാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. ലോകം മുഴുവനും സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാത്രം പണിയല്ല, നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുക. അതിനുശേഷം നമ്മൾ വായിക്കുന്ന ഇതാണ്, സ്ത്രീകളോട് ഞങ്ങൾ അവിടെ നിന്നിരുന്ന് സംസാരിച്ചു. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ വന്ന പട്ടുവിൽപ്പനക്കാരെയും ദൈവഭക്തിയുമായ ലീദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. ഉടനെ ആ കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ വചനപ്രഘോഷകയെ ദൈവം തിരഞ്ഞെടുത്തു. വലിയൊരു ശുശ്രൂഷകയെ ആ ചെറിയ സ്ത്രീ സംഘത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക, ലീദിയ. അതിനുശേഷം ആ കുടുംബം മുഴുവനും മാനസാന്തരപ്പെടുന്നു. അവർ മാമോദിസ സ്വീകരിക്കുന്നു. ഈ ഒരു ചെറിയ കാര്യം പറയാൻ ആണ് ഈ വചനഭാഗം വായിച്ചത്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച രണ്ടാമത്തെ ഡിസേൺമെൻറ്റ് ഉദാഹരണം അതല്ല, അത് 16-ാം വാക്യത്തിലാണ്.
ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ, എല്ലാ ദിവസവും ഒരു പ്രാർത്ഥനയ്ക്ക് പോകും, പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. അതായത് കൗൺസിലിംഗ് ഒക്കെ നടത്തി പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കൂട്ടർ. അപ്പം കൗൺസിലിംഗ് ഒക്കെ നടത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അവരുടെ യജമാനന്മാരെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, ഒരു അടിമ പെൺകുട്ടിയാണ്. ഇവൾക്ക് വളരെ വലിയ ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഭാവിയൊക്കെ പ്രവചിക്കും, ആരാ എന്താണെന്നൊക്കെ തിരിച്ചറിയും, എല്ലാ കാര്യങ്ങളും പറയും. അത് കണ്ടിട്ട് ഒത്തിരി പേര് ഈ പെൺകുട്ടിയുടെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി സ്ഥിരമായിട്ട് വരുമായിരുന്നു. ചിലരൊക്കെ ഫോൺ നമ്പറൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഇടയ്ക്കൊക്കെ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കും. ചിലരിങ്ങനെ എന്ത് ചെയ്യണം അതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഈ പെൺകുട്ടി വലിയൊരു സംഭവമായി, ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി പൗലോസ്ലിഹയുടെ കൂടെ ഉണ്ടായിരുന്നവരെയും കണ്ടത്. ഉടനെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണിത്, നമുക്ക് വായിക്കാം. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും, ഉടനെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് ഞങ്ങൾ എന്നാണ്. അതിന് തൊട്ടു മുമ്പും 15-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പൗലോസ്ലിഹയും ശിഷ്യന്മാരും അതുവരെയും വചനം വായിക്കുമ്പോൾ അവർ എന്നാണ് ഈ ലൂക്കാ സുവിശേഷം എഴുതിയത്. അവർ അവിടെ വന്നു, ത്രോവാസ് വന്നു, ലീദിയായി വന്നു. എന്നിട്ട് ആ ലീദിയയുടെ ത്രോവാസിൽ വന്നു കഴിയുമ്പോൾ പിന്നെ പറയുന്നത് ഞങ്ങൾ എന്നാണ്. അതുവരെയും അവർ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ത്രോവാസിൽ വന്നപ്പോൾ ഇവരുടെ കൂടെ ആര് ചേർന്നു? ലൂക്കാ സുവിശേഷകൻ ചേർന്നു. ലൂക്കായാണ് ഈ സുവിശേഷം എഴുതിയത്, ഈ അപ്പസ്തോല പ്രവർത്തനം എഴുതിയത്. അതുവരെ ലൂക്ക അവരുടെ കൂടെ ഇല്ലായിരുന്നു. ത്രോവാസിൽ വന്നപ്പോഴാണ് ലൂക്ക അവരുടെ കൂടെ കൂടിയത്. എന്ന് പറഞ്ഞാൽ പൗലോസ്ലിഹ അധികം താമസിയാതെ അടികൊള്ളും, മേല് മുഴുവനും മുറിയും, അപ്പോൾ ഒരു വൈദ്യൻ ആവശ്യമുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട ദൈവം ലൂക്കായെ അവരുടെ കൂടെ ചേർത്തു. ലൂക്ക ഒരു ബിഷക്കുവരനാണ്, ഒരു ഡോക്ടറാണ്. അതുകൊണ്ടാണ് ദൈവം കൃത്യസമയത്ത് ലൂക്കായെ അവരുടെ കൂടെ ചേർത്തത്. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ഈ പൗലോസ്ലിഹയ്ക്കൊക്കെ അടികൊള്ളുന്നത്, ഭീകരമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നത് ഈ ലൂക്കായാണ് അവരെ ശുശ്രൂഷിക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കൃത്യമായി നമുക്കാവശ്യമുള്ള ഡോക്ടർമാരെ, നമുക്കാവശ്യമുള്ള സഹായകരെ, നമുക്കാവശ്യമുള്ള ശുശ്രൂഷകരെ, നമുക്കാവശ്യമുള്ളവരെ ദൈവം കൃത്യമായിട്ട് കൂട്ടിച്ചേർക്കും. നമ്മൾ മുൻകൂട്ടി അത് പ്ലാൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. പരിശുദ്ധാത്മാവ് നയിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ് നമുക്ക് എന്ത് വേണമെന്ന് ഓരോ നിമിഷവും അറിയും. ഞങ്ങൾ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇവിടെ ഡിവൈൻ ധ്യാനേന്ദ്രത്തിൽ പലപ്പോഴും പലരും പല കാര്യത്തിൽ സഹായിക്കാൻ വരും. ചിലപ്പോൾ കിച്ചണിൽ സഹായിക്കാൻ കുറച്ച് പേരുണ്ടാവും. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ പോകുമ്പോൾ ഇനി എന്ത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ അടുത്ത ആൾ വന്നിരിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ കാര്യത്തിനും, ഇവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും ദൈവം കൃത്യം ആൾക്കാരെ കൊണ്ടുവരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഒന്നും പ്ലാൻ ചെയ്യേണ്ട വന്നിട്ടില്ല, ആരെയും അന്വേഷിച്ച് നടക്കേണ്ട വന്നിട്ടില്ല. കൃത്യസമയത്ത് ദൈവം ആളുകളെ കൊണ്ട് ചേർക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ വായിക്കുകയാണ്. അവർ പൗലോസിൻ്റെയും, അപ്പോൾ ലൂക്കാ സുവിശേഷകരുണ്ട്, അവർ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്, ഇവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. ഇതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ രണ്ടാമത്തെ ഡിസേൺമെൻറ്റ്. ഈ പെൺകുട്ടി പറയാണ്, ഇവർ ദൈവത്തിൻ്റെ ദാസരാണ്, ഇവർ പ്രസംഗിക്കുന്നത് രക്ഷയുടെ മാർഗമാണ്. ഈ രണ്ട് കാര്യം എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ഈ ആള് പരിശുദ്ധാത്മാവിൻ്റെ നിറകുടമാണ്. ഞാൻ അടുത്ത നിമിഷം പറയാം, ഞങ്ങളുടെ ശുശ്രൂഷയിൽ മിനിസ്ട്രി, ഡിവൈൻ UK മിനിസ്ട്രി ചേരുന്നോ എന്നായിരിക്കും അടുത്ത നിമിഷം ഞാൻ ചോദിക്കുക. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളവർ, ഈ പെൺകുട്ടി വളരെ ഗിഫ്റ്റഡ് ആണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിൻ്റെ ഭാവിയും ചരിത്രവും എല്ലാം പറയും എന്ന് മാത്രമല്ല, ഞങ്ങൾ വചനപ്രഘോഷകരാണെന്നും ഈശോയുടെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്, ഒരു പരിചയമില്ലാത്ത ഈ ഗ്രീക്കുകാർ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവ് കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിൽ ചേർക്കാം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ നിമിഷ നേരം കൊണ്ട് ടീമിൽ ചേർക്കും. ഡിസേൺമെൻറ്റ് ഇല്ലെങ്കിലുള്ള പ്രശ്നമാണിത്. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലിഹ, ഞാൻ അത്ഭുതപ്പെട്ടിട്ട് അതെങ്ങനെ പൗലോസ്ലിഹയ്ക്ക് ഇത്രയും നല്ല കാര്യമാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ഈ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾ അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരാണ്, നിങ്ങൾ പ്രസംഗിക്കുന്നത് രക്ഷയുടെ മാർഗമാണ് നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ പെൺകുട്ടി പറഞ്ഞതിൽ ഒരു നുണയുമില്ല. അവൾ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ ഇത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി പുറകെ നടക്കുകയാണ്. ഒരു പക്ഷേ പിശാച് ആ പെൺകുട്ടിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ ടീമിൽ കയറാൻ വേണ്ടിയുള്ള പരിശ്രമമായിരിക്കാം. ഇങ്ങനെ പല ഗിഫ്റ്റഡ് ആയിട്ടുള്ളവരും അറിയാതെയാണെങ്കിലും ഡിസേൺമെൻറ്റ് ഇല്ലാത്തതുപോലും പല ടീമുകളിലും കയറി പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റും.
ഇങ്ങനെ സാമ്പത്തിക ലാഭം മാത്രം നോക്കി നടക്കുന്ന ചിലർ. അപ്പോൾ നമ്മളിവിടെ വായിക്കുകയാണ്, അവർ രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ ഇവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. ഇത്രയും നല്ലൊരു കാര്യം പറയുന്നത് കേട്ട് പൗലോസിലേക്ക് അസ്വസ്ഥത. അതെന്താണെന്നറിയാമോ? പൗലോസ്ലീഹയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാണോ പിശാചിൽ നിന്ന് വരുന്നതാണെന്നോ കൃത്യമായിട്ട് വിവേചിച്ചറിയാൻ പറ്റൂ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, പൗലോസ്ലീഹ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ, ആ നിമിഷം ഇവൾ പറയുന്നത് സത്യമാണല്ലോ, ഇവൾക്ക് ഇത്രയും ഗിഫ്റ്റഡ് ആണെങ്കിൽ ഇവളെയും കൂടെ ടീമിൽ ചേർത്തേക്കാമെന്ന് കരുതി കൂടെ ചേർക്കും. ഇങ്ങനെ അബദ്ധങ്ങൾ പലർക്കും പലപ്പോഴായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ വഴിതെറ്റിപ്പോയ സഭകളുണ്ട്. അങ്ങനെ തകർന്ന് തരിപ്പണമായി പല ഭാഗങ്ങളായി മുറിഞ്ഞു പോയ സഭകളുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ ഡിസേൺമെൻറ്റ് ഇല്ലെങ്കിൽ വഴിയെ പോകുന്ന എല്ലാ ദർശനക്കാരെയും വിളിച്ച് നമ്മൾ ശുശ്രൂഷയ്ക്ക് കൂട്ടിക്കൊണ്ടുവരും. കാണുന്ന കുറച്ച് ഗിഫ്റ്റഡ് ആണെന്ന് കാണുമ്പോൾ ഉടനെ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ ശുശ്രൂഷയും ധ്യാനങ്ങളും നടത്തും. അങ്ങനെ എത്രയോ ഇടവകകൾ തകർന്നു പോയിട്ടുണ്ട്. ഇടവകളിൽ നിന്ന് എത്രയോ പേര് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ചില തെറ്റായ ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് വചനപ്രഘോഷണം നടത്തുന്നത് വഴി. ഇത് വളരെ പ്രാർത്ഥിച്ച് ഡിസേൺമെൻ്റ് എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ വചനപ്രഘോഷണ മേഖല. അതുപോലെ ശുശ്രൂഷകരെ കൂട്ടിച്ചേർക്കേണ്ടത് നമ്മളൊക്കെ, ഞാനടക്കം പലപ്പോഴും തെറ്റുപറ്റിയിട്ടുള്ള ഒരു മേഖലയാണിത്. അത് എല്ലാവർക്കും പറ്റും. വൈദികർക്കും ബിഷപ്പുമാർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും പറ്റാവുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞൊരു വ്യക്തിയായതുകൊണ്ട് കൃത്യമായിട്ട് പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായി. അടുത്ത നിമിഷം പൗലോസ്ലീഹ പറയുന്ന ഇതാണ്, പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവൾ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തു വന്നു. ഉടനെ ആ ഗിഫ്റ്റ് എല്ലാം വിട്ടുപോയി. പരിശുദ്ധാത്മാവിൽ നിന്നാണെങ്കിൽ ഗിഫ്റ്റ് ഒരിക്കലും പോവില്ല. പിശാചിൽ നിന്നാണെങ്കിൽ പിശാച്ച് പോകുമ്പോൾ എല്ലാം പോവും. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്നല്ലാത്തത് കൊണ്ട് ഈ പെൺകുട്ടിയുടെ എല്ലാ വരുമാന മാർഗവും പോയി, അതിൻ്റെ ജീവിതവും പോയി. മിക്കവാറും ആ പെൺകുട്ടി ഇവരുടെ കൂടെ ചേർന്ന് മാമോദിസ സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്നു കാണും. കാരണം ജീവിതത്തിൽ ഒരു അനുഭവം വരുമ്പോഴാണല്ലോ എല്ലാവരും അനുതാപത്തിലേക്ക് വരിക. ഇതാണ് രണ്ടാമത്തെ ഡിസേൺമെൻറ്റിൻ്റെ ഉദാഹരണം. ഇനി മൂന്നാമത്തെ ഉദാഹരണത്തിലേക്ക് പെട്ടെന്ന് നമ്മളൊന്ന് കടന്നു പോകാം. അത് ശിഷ്യന്മാരായ പൗലോസ്ലീഹയും സീലാസിനെയും ജയിലിൽ പിടിച്ചിടുകയാണ്. അത്യധികമായി പീഡിപ്പിച്ച് ശരീരം മുഴുവൻ മുറിപ്പെടുത്തി തകർത്ത് തരിപ്പണമാക്കി അവസാനം രക്തം മുഴുവനും വാർന്നൊലിക്കുന്ന ശരീരവുമായി തടവറയുടെ ഏറ്റവും ഇടങ്ങളിൽ കൊണ്ടുപോയി ഇവരെ അടച്ചിരിക്കുകയാണ്. നമ്മൾ വായിക്കുക 25-ാം വാക്യം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു വായിച്ചു പറയാം. ഈ മൂന്നാമത്തത് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ക്ലാസ് തീരും. അപ്പോൾ ഇതാണ്, തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അപ്പോൾ പാട്ടുപാടി, തടവറയാണ് ഏറ്റവും ദുരിതം പിടിച്ച സ്ഥലമാണ്. അവർ പാട്ടുപാടി സ്തുതിച്ചപ്പോൾ അത് ഒരു വലിയ രക്ഷയുടെ സ്ഥലമായി മാറി. നിങ്ങൾ തകർന്ന കുടുംബത്തിലിരിക്കുകയാണെങ്കിലും എന്നും പ്രശ്നങ്ങളും ദൂരതരമായി ബന്ധനങ്ങളുടെ നടുവിലിരിക്കുകയാണെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിച്ചാരാധിച്ചാൽ എല്ലാ കെട്ടുകളും പെട്ടും. ഇനി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾ ഒരാൾ മാത്രം പ്രാർത്ഥിക്കുന്നു, ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല, ഭർത്താവ് പ്രാർത്ഥിക്കുന്നു, ഭാര്യ പ്രാർത്ഥിക്കുന്നില്ല, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, സാരമില്ല. എങ്കിലും നമ്മൾ വായിക്കുന്നു 25-ാം വാക്യം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. ബാക്കിയുള്ളവർ കേട്ടത് മാത്രമേ ഉള്ളൂ. പൗലോസും സീലാസും മാത്രമാണ് പ്രാർത്ഥിച്ചതും പാട്ടുപാടിയതും. എന്നിട്ട് എന്താ സംഭവിച്ചത്? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൗലോസും സീലാസും പ്രാർത്ഥിച്ചതുകൊണ്ട് അവരുടെ മാത്രം ചങ്ങലയാണ് പൊട്ടേണ്ടത്. പക്ഷേ വചനം പറയുന്നത് കേട്ടുകൊണ്ടിരുന്നവരുടെ ചങ്ങലകളും പൊട്ടി. വീട്ടിൽ അപ്പനും അമ്മയും മാത്രം പ്രാർത്ഥിച്ചാൽ ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കാൻ കൂടിയില്ലെങ്കിലും അവർ കേൾക്കുന്ന വിധത്തിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, സ്തുതിച്ചു നോക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ചങ്ങലകളും പൊട്ടിച്ചെറിയപ്പെടും. കേൾക്കുന്നതിലൂടെ വഴിയെ പോയി വലിയ ധ്യാനം നടക്കുന്ന സ്ഥലത്ത്, കൺവെൻഷൻ നടക്കുന്നതിന് വഴിയെ പോയ ആളുകൾക്ക് മാനസാന്തരങ്ങളും വിടുതലും കിട്ടിയ അനേകം അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നിന്ന് ഏതോ വീട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ആളെ ദൈവം സ്പർശിച്ച അനുഭവങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നവരുടെയും ബന്ധനങ്ങൾ തകരും. ആരെങ്കിലും വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായ ദൈവത്തെ സ്തുതിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബം മുഴുവനും എല്ലാ ബന്ധനങ്ങളും തകർന്ന് രക്ഷപ്പെടും. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ. ഒരാളും ഇല്ലാത്തതാണ് പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ കാരണം.
സാധാരണ പറയൂ, എൻ്റെ ഭർത്താവ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് ഞാനൊരു കൊന്തയും ചൊല്ലി അവിടെ കയറി കിടന്ന് കുറങ്ങും. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഭാര്യ വരുന്നില്ല, മക്കൾ വരുന്നില്ല, അതുകൊണ്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി കിടക്കും എന്നിങ്ങനെ ന്യായീകരണങ്ങൾ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരാളെങ്കിലും ആത്മാർത്ഥമായി ഒന്ന് തുറന്ന്, ആത്മാർത്ഥമായി ഉള്ളു തുറന്ന് ദൈവത്തെ സ്തുതിച്ചാൽ കേൾക്കുന്ന എല്ലാവരുടെയും ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും. ഉടനെ കാവൽക്കാരൻ ഉണർന്നപ്പോൾ, ഇനി നോക്കുക, ഞാനാണ് പൗലോസ്ലേഹയുടെ സ്ഥാനത്തെങ്കിൽ എൻ്റെ കൈയും കാലും ഒക്കെ കെട്ടി ഈ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുന്നു, മേല് മുഴുവൻ വേദനിക്കുന്നു, കാരണം ചമ്മട്ടി അടിച്ച് ഒരു പരുവത്തിലാക്കിയിരിക്കുകയാണ് ശരീരം മുഴുവനും. അങ്ങനെ ഇരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു, ചങ്ങലകളൊക്കെ പൊട്ടി വീഴുന്നു, വാതിലിങ്ങനെ തുറക്കുന്നു. ഇത്രയും കണ്ടാൽ മതി, ഞാൻ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും. കാരണം ദൈവം എനിക്ക് വേണ്ടി ഇതാ വാതിൽ തുറന്നു വന്നിരിക്കുന്നു. പൗലോസ് പറയെ വരുന്നുണ്ടോ എന്ന് പോലും ഞാൻ നോക്കില്ല, വിട്ടടിച്ചു പോകും. ഏറ്റവും മുമ്പിൽ പോയി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തുള്ളിച്ചാടി മുമ്പോട്ട് പോകും. കാരണം ദൈവം ഇത്രയും വലിയൊരു അത്ഭുതം എനിക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പിന്നെ അവിടെ എന്തിനു ചെയ്യണം? ഇത്രയും വലിയൊരു അത്ഭുതം എനിക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനു ദൈവം ചെയ്യണം? ഞാൻ പ്രാർത്ഥിച്ചു സ്തുതിച്ചു കഴിഞ്ഞപ്പോഴല്ലേ ഇത് പൊട്ടിയത്. അതുകൊണ്ട് വാതിലും തുറന്നു തന്നു. വാതിൽ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുള്ളതാണല്ലോ. അല്ലെങ്കിൽ വെറുതെ ഭൂകമ്പം ഉണ്ടായി വാതിൽ അടച്ചു തന്നെ ഇരിക്കാമായിരുന്നല്ലോ. പക്ഷേ വാതിലും തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞും വീണു. അതുകൊണ്ട് ഞാനാണ് പൗലോസ്ലീഹയുടെ സ്ഥാനത്തെങ്കിൽ ഒരു കൺക്ലൂഷനിലെത്തും, ഇത് രക്ഷപ്പെടാനുള്ള ഒരു ക്ലൂ ആണ്. ഉടനെ നമ്മൾ ജീവനും കൂടി ചാടി എഴുന്നേറ്റ് പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് ഓടി രക്ഷപ്പെടും. ബാക്കിയുള്ള ഒരാളെ പോലും തിരിഞ്ഞു നോക്കില്ല, വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാൻ പറയും. പക്ഷേ ഇവിടെ പൗലോസ്ലീഹ കാണിച്ചത് നോക്കുക, എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണിത്. പൗലോസ്ലീഹ ഉടനെ വായിക്കുകയാണ്, കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യക്ക് ഒരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അവരവിടുന്ന് അനങ്ങിയില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ ദൈവം ഇത്ര അത്ഭുതം പ്രവർത്തിച്ചത്? പിന്നെ എന്തിനാ ചങ്ങല പൊട്ടി വീണത്, വാതിൽ പൊളിച്ചത്? അതറിയണമെങ്കിൽ പിന്നീട് വായിക്കണം. നോക്കുക, അന്ന് പൗലോസ്ലീഹയും സീലാസും രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യൻ ആത്മഹത്യ ചെയ്യാറ്, കുടുംബം തകരും. അങ്ങനെ ഒരു തിന്മ വരാതിരിക്കാൻ ഇത്രയും വലിയൊരു അത്ഭുതം ദൈവം ചെയ്തിട്ട് പോലും പൗലോസ്ലീഹ ആ അത്ഭുതം തനിക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. ഓർക്കുക, ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി അല്ല. അത് മറ്റുള്ളവരെ ദൈവത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. പലരും പ്രാർത്ഥിച്ച് ധ്യാനത്തിലൊക്കെ പ്രാർത്ഥിച്ചു, എനിക്ക് അത്ഭുതം കിട്ടി, പിന്നെ അതിനെക്കുറിച്ച് ആ പള്ളിയിലും പോവില്ല, ആ ധ്യാനേന്ദ്രത്തിലോ പ്രാർത്ഥനയിലോ പിന്നെ കണ്ടിട്ടില്ല, അവരെ ആരോടും പറയുകയില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാ രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. അത് ദൈവസഭയെ വളർത്താൻ വേണ്ടിയുള്ളതാണ്, മറ്റാരെയോ രക്ഷപ്പെടുത്താനുള്ളതാണ്, ആരെയോ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ളതാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ കുറച്ച് മുമ്പോട്ട് വായിക്കുക, സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിക്കുക. ഈ കാരാഗ്രഹക്കാരൻ ഇവൻ തന്നെയായിരിക്കാം ഒരുപക്ഷെ പൗലോസ്ലീഹയെ അടിച്ച് പരുവത്തിലാക്കിയത്. ഈ കാരാഗ്രഹക്കാരൻ പിന്നീട് ഇവരെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകുന്നു. ഇവരെല്ലാവരും മാമോദിസ സ്വീകരിക്കുന്നു. കാരാഗ്രഹക്കാരനും അവൻ്റെ കുടുംബം മുഴുവനും മാമോദിസ സ്വീകരിക്കുന്നു. അതിനുശേഷം തിരിച്ച് ഈ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു വിടുന്നു. അതിനുശേഷം പിറ്റേ ദിവസം റോമ പൗരന്മാരാണെന്ന് അറിഞ്ഞ് ഇവരെ വെറുതെയും വിടുന്നു. അപ്പോൾ ഈ മഹാത്ഭുതം ദൈവം നടത്തിയത് ഈ ഒരാത്മാവിനെ രക്ഷപ്പെടുത്താനാണ്, അല്ലാതെ പൗലോസ്ലീഹയോട് ജീവനും കൂടെ ഓടിക്കോ എന്ന് പറയാനല്ല. പ്രിയപ്പെട്ടവരെ, ഈ ഡിസേൺമെൻറ്റ് അത് പൗലോസ്ലീഹയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഈ ഡിസേൺമെൻറ്റ് പലപ്പോഴും ഇല്ല. ഞാൻ പലപ്പോഴും ഓർക്കാണ്, ദൈവമേ, ഇങ്ങനെയൊരു ഡിസേൺമെൻറ്റ് എങ്ങനെ എടുക്കാൻ പറ്റും, എങ്ങനെ സംഭവിക്കും? നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബുദ്ധി അനുസരിച്ച് ചിന്തിച്ച് ജീവനും കൂടെ ഓടി രക്ഷപ്പെടുമ്പോഴും ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ഈ അത്ഭുതം ദൈവം കാണിച്ചത് ഈ കുടുംബത്തെ, ആ വ്യക്തി മാനസാന്തരപ്പെടുത്താനാണ്. പിന്നീട് നമുക്കറിയാം, ഫിലിപ്പിയിൽ അവിടെ മുഴുവൻ വലിയ ശക്തമായൊരു സഭയുണ്ടായി. ഈ സഭയുണ്ടായത് ഈ ലീഡിയ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി, പിന്നെ ഒരുപക്ഷെ ആ പിശാചുബാധ ഉണ്ടായിരുന്ന പെൺകുട്ടി, പിന്നെ ഈ പാവപ്പെട്ട കാവൽക്കാരൻ, ഇവരാണ് പിന്നീട് ആ സഭയുടെ അടിത്തറയായിട്ട് മാറിയത്. അതിനുവേണ്ടിയാണ് വഴിയൊക്കെ ബ്ലോക്ക് ചെയ്ത് പൗലോസ്ലീഹയ്ക്ക് പരിശുദ്ധാത്മാവ് അവിടെ കൊണ്ടുവന്ന് ജയിലിലിട്ടത്. കുറച്ച് അടി കിട്ടിയാലും വേണ്ടില്ല, പക്ഷെ അടി കിട്ടുമെന്ന് അറിയാവുന്നത് പരിശുദ്ധാത്മാവിന് അറിയാവുന്നത് കൊണ്ട് ഒരു ഡോക്ടറെയും കൂടെ വിട്ടു. ഇങ്ങനെയൊക്കെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇങ്ങനെ ഈ അപ്പോസ്തല പ്രവർത്തനം നമ്മൾ എടുത്ത് ഓരോ അധ്യായത്ത് വായിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് മതി.
ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തോല പ്രവർത്തനം എന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നാണ് ആ പുസ്തകത്തെ വിളിക്കേണ്ടത്. പരിശുദ്ധാത്മ, ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ വിളിക്കേണ്ടത്. അതുപോലെയുള്ള കാര്യങ്ങളാണ്. അത് മുഴുവനും വായിച്ചാൽ, ആത്മാർത്ഥമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പരിശുദ്ധാത്മാ ഒരാളെ എങ്ങനെയാണ് നയിക്കുന്നതെന്ന്. നമുക്ക് ദൈവസന്നിധിയിൽ അല്പനേരം ആരാധിക്കാം. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് ഗാനാലാപനങ്ങളിലൂടെ ആരാധിക്കാം. നിങ്ങളുടെ കുടുംബത്തിലായിരിക്കും, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സ്വതന്ത്രമായി സ്തുതിക്കുക. മാതാപിതാക്കളും മക്കളും കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയും സ്തുതിപ്പും കേൾക്കുന്നവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും, ചങ്ങലകൾ പൊട്ടിച്ചെറിയപ്പെടും, വാതിലുകൾ തുറക്കും, എല്ലാ പൈശാചിക സ്വാധീനങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറും. ഇത് വിശ്വസിക്കുക. ദൈവവചനം പറയുന്നു, ഹെബ്രായ ലേഖനം 11:6, ദൈവത്തെ വിശ്വസിക്കുക, പിന്നെ അവിടുത്തെ സമീപിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കുക. ദൈവം ഉണ്ടെന്നും വിശ്വസിക്കുക, പ്രതിഫലം നൽകും.